ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക്. സിനിമാ താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന മുഖ്യപ്രതി തസ്ലീമയുടെ മൊഴിയിൽ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകും. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകും നോട്ടീസ് നൽകുക. മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. തസ്ലീമ സുൽത്താനയ്ക്ക് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരുവിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴ ഓമനപ്പുഴയിലെ ഗാർഡൻ എന്ന റിസോർട്ടിൽ വെച്ച് പ്രതികൾ എക്സൈസിന്റെ പിടിയിലായത്. പോക്സോ കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട മുഖ്യപ്രതി ക്രിസ്റ്റീന എന്ന തസ്ലീമ തന്റെ പെൺമക്കളെ അടക്കം കൂട്ടി സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്നു കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയത്. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ ഞെട്ടിക്കുന്ന മൊഴിയാണ് പ്രതി എക്സൈസിന് കൈമാറിയത്. വർഷങ്ങളോളമായി സിനിമാ മേഖലയിലുള്ളവരുമായി പരിചയമുള്ള പ്രതി ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഹൈബ്രിഡ് കഞ്ചാവ് നൽകാറുണ്ടെന്നാണ് മൊഴി നൽകിയത്. ഇതിന് പിന്നാലെയാണ് താരങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ എക്സൈസ് ഒരുങ്ങുന്നത്. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ വിൽപ്പന നടത്തിയെന്നതിനോടൊപ്പം എവിടെ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നതെന്നും പരിശോധിക്കുന്നുണ്ട്. കൊറിയർ വഴി എത്തിച്ചുവെന്ന പ്രതികളുടെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉറവിടത്തിൽ നിന്ന് നേരിട്ടെത്തിച്ചതാണോ എന്ന സംശയത്തിലാണ് അന്വേഷണം. സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരിയാണ് ഹൈബ്രിഡ് കഞ്ചാവിന്. MDMAയേക്കാൾ അപകടകാരി. ഹൈബ്രിഡ് കഞ്ചാവ് പ്രത്യേകം അന്തരീക്ഷത്തിലും സാങ്കേതിക വിദ്യയിലും വളർത്തിയെടുക്കുന്നതാണ്. ആഫ്രിക്കൻ ഇന്ത്യൻ കഞ്ചാവുകളുടെ വിത്തുകൾ ചേർത്താണ് ഈ ഇനം വികസിപ്പിക്കുന്നത്. അടച്ചിട്ട മുറിയിലും കൃത്രിമ വെളിച്ചത്തിലുമാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി. അപകടകരമായ രീതിയിൽ മനുഷ്യനെ ഇഞ്ചോടിഞ്ചില്ലാതാക്കുന്ന ലഹരിയാണ്. MDMA വിൽപ്പനക്കാർ പോലും അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയാണ് ഉപയോഗിക്കുന്നതെന്ന് എക്സൈസ് പറയുന്നു. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന നിഗമനത്തിൽ ശക്തമായ അന്വേഷണത്തിനാണ് എക്സൈസ് നീങ്ങുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കേസ് അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തി പ്രതിയെ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റ് പ്രതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പിടിയിലായ തസ്ലീമയ്ക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ളതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ നടത്തിയ സ്ഥാപനത്തിൽ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന പേരിൽ ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 4ാം പ്രതിയാണ് തസ്ലീമ. ലഹരി സെക്സ് റാക്കറ്റ് നെക്സസിലുള്ളവരെ കണ്ടെത്താൻ ശക്തമായ അന്വേഷണത്തിനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. 24 കൊച്ചി. ഉലകിൽ പലവിധ ലഹരി സുലഭം. ലബോറട്ടറി മെയ്ഡ് ഹൈബ്രിഡ് കഞ്ചാവ് ചില്ലറക്കാരനല്ല, അപകടകാരിയാണ്. ഉപയോഗിക്കുന്നവരിൽ VVIPകൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ആരൊക്കെയെന്ന് അക്കമിട്ട് എക്സൈസ് നിരത്തുമെന്ന കാര്യത്തിലും സംശയമില്ല.